നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു വാവകളുണ്ടോ എങ്കിൽ അവരുടെ പാരൻസിനെ കാണാനുള്ളതാണ് ഈ ഒരു വീഡിയോ. ചുമ്മാ കാണാൻ മാത്രമല്ല കേട്ടോ, കണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടിയാണ്. ഇവിടെ കാനഡയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും 12 മാസമോ അഥവാ 24 മാസമോ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറയുന്ന ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് ബേബി ഡി ഡ്രോപ്സ്. എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഡോക്ടേഴ്സ് നമുക്ക് ഓരോ കാര്യത്തിനെ കുറിച്ചും ഡീപ്പായിട്ട് ഒരു ക്ലാസ് തരും. ഇവിടെയുള്ള ഡോക്ടേഴ്സ് പറയുന്നത് ഇത് മാൻഡേറ്ററി ആണ്. അവർ ജനിച്ച് 12 മാസം വരെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ ഡെയിലി 1 ഡ്രോപ്പെങ്കിലും ഇത് അവർക്ക് കൊടുത്തിരിക്കണം. ഇനി എന്തിനെല്ലാം വേണ്ടി എസെൻഷ്യൽ ഫോർ കാൽഷ്യം അബ്സോർപ്ഷൻ, ദി പ്രോപ്പർ ബോൺ ഡെവലപ്മെൻറ്റ്, ഇമ്മ്യൂൺ ഹെൽത്ത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഞാൻ കേട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ന്യൂ ബോൺ ബേബീസിനൊക്കെ സൺലൈറ്റ് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന്. പക്ഷേ ഇവിടെ ഡോക്ടേഴ്സ് നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. വാവകൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും കാണിക്കാൻ പാടില്ല. ആൻഡ് അവരുടെ ഫസ്റ്റ് ഇയറിൽ അവരുടെ ഫുഡ് സോഴ്സസും വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താനും പറ്റില്ല. അതുകൊണ്ടാണ് ഡെയിലി ഈ ഒരു വിറ്റാമിൻ ഡി ഡ്രോപ്സ് അവർക്ക് ശീലമാക്കാൻ ഡോക്ടേഴ്സ് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈവൻ എനിക്ക് പോലും വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട് വീക്ക്ലി വൺസ് ഞാൻ ഒരു ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെയാണ്, അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.